നല്ല പിടക്കണ മീനാണ്. ചന്തയപ്പോയിട്ട് മേടിച്ചോണ്ട് വന്നോ. അയിലക്കുട്ടിയാണ് കേട്ടോ. കണ്ടല്ലോ, നല്ല പെടപ്പൻ അയില. ഇതൊരു മോട്ടിവേഷൻ കൂടിയാണ്. കാരണം എന്താ പറയുക, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് മീൻ വെട്ടാൻ പറഞ്ഞാൽ പറ്റുകയില്ല. മീൻ കറി വെച്ചിട്ട് കൂട്ടാൻ പറഞ്ഞാലും അവർക്ക് ഇഷ്ടമല്ല. ഇപ്പം എല്ലാവർക്കും ചിക്കൻ, ബീഫ്, മട്ടൻ ഇതൊക്കെ മതി. പക്ഷെ എനിക്കൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞൊരു സാധനത്തിൻ്റെ ഒരു ഇച്ചിരി ചാറെങ്കിലും വേണം ഈ തൊണ്ടേന്ന് ഇങ്ങോട്ട് ഭക്ഷണം ഇറങ്ങാൻ. മീൻ വെട്ട് അല്ലെ കറി വെക്കുമെന്ന് കുട്ടികളോട് പറഞ്ഞാലുണ്ടല്ലോ, കയ്യ മുള്ളു കൊള്ളും, മണമാണ്, മീനിൻ്റെ മണം പോകത്തില്ല. ഇനി കറി വെച്ചാൽ വറുത്താൽ ഈ വീട് മുഴുവൻ സ്മെല്ല് നിറഞ്ഞു നിൽക്കും, പിന്നെ ഡ്രസ്സിലൊക്കെ പിടിക്കും. ഇതൊക്കെയാണ് പരാതികൾ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് എന്താണോ ചെയ്യാൻ മടി, അല്ലെങ്കിൽ നമുക്ക് എന്താണോ കഴിക്കാൻ മടി, എന്താണോ നമുക്ക് വേണ്ടാത്തത്, അത് തന്നെ ആദ്യം പരീക്ഷിച്ച് നോക്കണം. ഈ മീൻ വെട്ടുക അല്ലെ കറി വെക്കുക, ഭക്ഷണം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഒരു കലയാണ്. ഡാൻസ് ചെയ്യാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്. ഡാൻസ് ചെയ്യാൻ പലർക്കും അറിയില്ല, എങ്കിലും ഒന്ന് കളിച്ചൊക്കെ നോക്കാറില്ലേ. അതേപോലെ പാട്ട് പാടാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്കൊക്കെ പാട്ട് പാടാൻ കഴിവില്ലെങ്കിലും നമ്മൾ ആ പാട്ടൊക്കെ പാടി നോക്കാറില്ലേ. അതുപോലെ പാചകം ചെയ്യാൻ അറിയില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. മീൻ വെട്ടാൻ പറഞ്ഞപ്പോഴേ ഒരാളുടെ കിടപ്പ് കണ്ട, മണവാണ് പോലും. മീനും മണവാണ്, കയ്യേല് മുള്ളു കൊള്ളും. ഇതൊക്കെയാണ് കഥ. അപ്പോൾ നമുക്കൊന്ന് മീൻ വെട്ടാം. ഈ മടിച്ച് കൊതകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ വെട്ടാൻ വളരെ ഈസിയാണ്. ഇതാ ആദ്യം ഈ ചകള ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ സൈഡിലുള്ള മുള്ളിതാ ഇങ്ങനെ എടുക്കുക. കണ്ടാ, രണ്ട് ചെറിയ മുള്ളുണ്ടാവും, അതിങ്ങനെ എടുക്കുക. പിന്നെ ഇത് ഈ വാലിങ്ങനെ അങ്ങോട്ട് മുറിച്ച് കളയുക. കണ്ടാ, പിന്നെ ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചെടുക്കുക. ഇതാ ഇങ്ങനെ അങ്ങോട്ട് ചെത്തി ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ക്ലീൻ ആയില്ലേ. പിന്നെ നമ്മൾ മറക്കാനല്ലേ, നമുക്കിങ്ങനെ വരഞ്ഞ് ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് വറുക്കാം. എന്തേ, അങ്ങനെ നമ്മുടെ അയില വെട്ടി ക്ലീനാക്കി കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾ പൊടിയും ഒക്കെ ചേർത്ത് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് എല്ലാം കൂടി ഇതാ പെരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. അങ്ങനെ ചട്ടി ചൂടായി, നമുക്ക് കുറച്ച് എണ്ണയൊഴിക്കാം. ഓക്കേ, അങ്ങനെ എണ്ണ ചൂടായി, അതിലേക്ക് ഒരു ശകലം കരിവേപ്പില ഇട്ടാലുണ്ടല്ലോ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇനി നമുക്കിങ്ങനെ മീൻ കൈ കൊണ്ട് തന്നെ ഇടാം കേട്ടോ. പേടിക്കാനും വേണ്ട, എണ്ണയൊന്നും വീഴൂല, ഉണ്ടല്ലോ, പൊട്ടിത്തെറിയൊന്നും ഇല്ല. അങ്ങനെ മീനൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ മീൻ ഇതാ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മീൻ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അടിപൊളി. നല്ല മീൻ വറുത്തതിന്റെ സ്മെല്ലുണ്ടല്ലോ. അയ്യടാ, വെട്ടാൻ പറഞ്ഞപ്പോഴേ ഇവിടെ കമന്നിടുന്ന ആളാ. ഇപ്പം എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി അല്ലേ? നാളെ വരെ ഉണ്ടായിക്കോണം കേട്ടോ. ഓക്കേ.